മാധവമ്മേ, അയ്യപ്പനായർ എവിടെ പോയി? കടയിൽ പോയിരിക്കുക. ഹിന്ദി മാഷോ? അയാള് വീട്ടിൽ പോയിരിക്കല്ലേ, 2-3 ദിവസം ആയില്ല പോയിട്ട്. മാധവമ്മേ, കർക്കിടകമൊക്കെ അല്ലേ, നമുക്ക് ഈ ആനക്ക് ഒരു സുഖചികിത്സ നടത്തണ്ടേ? എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു കോഴി മരുന്ന് കൊടുത്തോളെ, എന്താ? കോഴി മരുന്നോ? ദിവസം 5 കിലോ കോഴി മഹാചൂർണമായി ചേർത്ത് ഇടിച്ചു പൊടിച്ച് 15 ദിവസം കൊടുത്താ പിന്നെ ഈ ആന പിടിച്ചാ കിട്ടില്ല. എന്തേ, ആന ഓടിപ്പോവോ? എന്ത് വിവരക്കേടാണ് ഇപ്പൊ അറിയുന്നത്? മഹാചൂർണം വെച്ചാൽ വിഴാലരി, കാർക്കോലരി, കൊത്തമ്പാലരി, കരിഞ്ചീരകം, പെരുംജീരകം, കാട്ടുജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അമുക്കരം, മാതളത്തോട്, ഇടംപിരി, വലംപിരി, കടുക്കത്തോട്, താണിക്കത്തോട്, പെരുങ്കായം, പാൽക്കായം ഇവ കൂട്ടി കുഴച്ചുണ്ടാക്കുന്നതാണ്. ഒരു 3000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇവളെ സുഖചികിത്സ നടത്താം. തന്റെ ഒരു ഇടംപിരിയും വലംപിരിയും താനാ ഞങ്ങളെ ചതിച്ചത്. എങ്ങാണ്ട് സർക്കസിൽ കിടന്ന് ആനയെ വാങ്ങിച്ചു തന്നു വെച്ച് സുഖചികിത്സ നടത്തണം അത്രേ. ഇവിടെ മനുഷ്യന് വേഷം വാങ്ങിക്കാൻ കാശില്ലാണ്ട് വലയ്യ. തനിക്കൂടെ ഞാൻ സുഖചികിത്സ നടത്താം, പോടോടുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ? ഒരാട്ടിനെ പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആന ആന വാങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു? നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത ഞാൻ ഇയാള് പിന്നാലെ നടന്നിട്ട് ചീപ്പ് റേറ്റിന് ഒരു ആന മേടിച്ചു കൊടുത്താ ആനന്റെ വില കേട്ട ആന വർഗത്തിന് തന്നെ നാണക്കെടാ. വല്ല കൊമ്പനാനും വിവരം അറിയണ്ടെങ്കിലേ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും. ആ, താനൊരു ഉപകാരം ചെയ്തു തരാമോ? ഇതിനെ ആ സർക്കസുകാർക്ക് കൊടുത്തിട്ടേ ആ കൊടുത്ത രൂപ ഇങ്ങ് തിരിച്ചു വാങ്ങിച്ചു തന്നാ തനിക്ക് പുണ്യം കിട്ടും. ഓ, കൊടുത്ത രൂപ ഒരു കവറിലിട്ട് പേരെഴുതി അവിടെ മേശക്കകത്ത് വെച്ചിരിക്ക. ഇയാള് ചെന്നാ ഉടനെ അവരെടുത്ത് കൊടുക്കും. നേരോ? ഓ, എന്നാ ഞാൻ അയ്യപ്പൻ നായരെ ഇന്ന് തന്നെ പറഞ്ഞു വിടാം. നിങ്ങൾക്ക് എന്താ അയ്യപ്പൻ നായർ പോലെ തലക്ക് വെട്ടുണ്ടോ? സർക്കസ് ഇവിടുന്ന് പോയിട്ട് നാളെ എത്രയായി? ഓ, പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഇതിനെ കൊത്തി മുറിച്ച് സൂപ്പ് വെച്ച് കുടിക്കി, കുറച്ചയാൾക്കും കൊടുക്കി. പോടോടുന്നു. ബുക്കിംഗ്? അതെ, ഈ വരുന്ന ഞായറാഴ്ച സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വീരരാഘവൻ നായർ സമൂഹ മണ്ഡപത്തിന് തറക്കല്ലിടുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് താരാർപ്പണം എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. ആനയെ കൊണ്ട് എന്നെ മാലയടിപ്പിക്കണമെന്ന് നാട്ടുകാർക്ക് വലിയ ആഗ്രഹം. എന്നാ പിന്നെ അത് ചേട്ടന്റെ ആന ആയിക്കോട്ടെ എന്ന് കരുതി. അച്ഛാ, ചായ. മോളെ, അയ്യോ ഇപ്പൊ ചായ വേണ്ട. പിന്നെ ചേട്ടന് നിർബന്ധമാണെങ്കിൽ. ചായക്കല്ലടോ, ദേ അവിടെ അച്ഛൻ പട്ടയൊക്കെ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. അതെ, ഈ താലമേന്തിയ കുട്ടികളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനും വേണമെന്ന് മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിരിക്കുക. 100-300 രൂപ ആശാന് കിട്ടും. അയ്യോ, അത് വളരെ കുറവല്ലേ? മന്ത്രിയുടെ ഒരു ആഗ്രഹമല്ലേ ചേട്ടാ? അന്ന് വേറെ 3-4 പരിപാടികളുള്ളതാ. പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞതുകൊണ്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുമെന്ന്? ചേട്ടാ, അന്ന് രാവിലെ തന്നെ ആനയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ട് നിർത്തണേ. ചേട്ടാ, താലം പിടിച്ചു നിൽക്കാൻ സുന്ദരികളായ പെൺകുട്ടികൾ അന്വേഷിച്ച് നടക്കാതെ ഞങ്ങൾ. വിരോധമില്ലെങ്കിൽ മോളെ. വിരോധമില്ല, എന്നാലും അച്ഛൻ ആനയായിട്ട് നിൽക്കുമ്പോൾ ഒരു കൊച്ചു പ്ലേറ്റില് പൂക്കളുമായിട്ട് മോള് നിന്നാൽ അത് ആരുടെയും കണ്ണിപ്പെടില്ല. ഞാൻ ആനയായിട്ട് അങ്ങനെ എത്തിക്കോളാം. മക്കള് വേറെ എവിടെങ്കിലും പോയി കൊച്ചമ്മമാരെ പിടിച്ചു നിർത്ത്. ഓ, എന്തൊരു വെയില്, ചൂട്. പൊക്കോ, വരട്ടെ. പോയിക്കോ, പോട്ടെ. പോയിക്കോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വീരരാഘവൻ നായർ ഇതാ എത്തിക്കഴിഞ്ഞു. കിട്ടേണ്ടതാ, അതും പോയി. ഈ മുടിഞ്ഞ ആന കാരണം മനുഷ്യന്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ വയ്യണ്ടായല്ലോ ഭഗവാനെ. നോക്കൂ നോക്കൂ, നോക്കി. മന്ത്രിയുടെ പരിപാടി കലങ്ങിന് ആളുകൾ വേറെന്തൊക്കെയോ പറയണേ. എന്താ? പ്രതിപക്ഷക്കാര് കാശ് തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാത്രേ. പ്രതിപക്ഷക്കാരുടെ അമ്മയുടെ മറ്റം
ആ കുട്ടി നിൽക്കണാണ്ട് ഞാൻ ഒന്നും പറയണില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെയും പിള്ളേര് കളിയാക്കുന്നുണ്ട് അച്ഛാ. എന്താണാവോ? അച്ഛനും അമ്മയും ഞാനും കൂടി ഈ ആനയെ കൊണ്ട് സർക്കസ് തുടങ്ങാൻ പോകുന്നു. അതെ, സർക്കസ് തുടങ്ങാൻ പോവാ. നീ നിന്റെ ക്ലാസ്സിലെ കുട്ടികളോടും ടീച്ചറോടും പറ ഈ സർക്കസിൽ വന്ന് ചേരാൻ. നമുക്ക് ആ വെളിച്ചപ്പാടിനെ വിളിച്ചൊന്ന് തുള്ളിച്ചാലോ? ആന തുള്ളുണ്ട്, അത് പോരെ. പോരാത്തിന് ഇനി അയാളെ കൊണ്ട് തുള്ളിക്കണോ? പിന്നെ ഈ ആന ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ? അതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സർക്കസിന്ന് വന്നതല്ലേ. ഈ കോൺവെന്റ് പിള്ളേരുടെ പപ്പപ്പാന്നുള്ള ബാൻഡ് മേളവും ആൾക്കൂട്ടവും കണ്ടപ്പോ അത് സർക്കസ് ആണെന്ന് വിചാരിച്ചു ചെയ്തു. തവണ അടയ്ക്കാനുള്ള നോട്ടീസ് ബ്ലാക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് ദിവസം എത്രയെന്ന് അറിയോ? ആ പേപ്പറിൽ ഇത്തിരി ആനപ്പിണ്ടം മുറിഞ്ഞ് അവർക്ക് തന്നെ അയച്ചു കൊടുക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാണ്ട് ആ ആനയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാനുള്ള വഴി എന്താച്ചാ നോക്ക്. അല്ലെങ്കിൽ ആ നാശം പട്ടിണി കിടന്ന് ചാവും. വന്നേ, വാ, ഇങ്ങോട്ട് കേറി വാ. ദേ ചേട്ടൻ തരും. അതന്നെ ഞാൻ കൊടുത്തോളാം. കയ്യില് കൂടി. നേരിട്ടാ കൊടുത്തോ. അതിനെന്താ? നിന്നെ ഞാൻ തടി എത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്കെന്തെങ്കിലും വാ, വന്നേ. ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ, അവിടെ നിക്ക്. ദേ ചേട്ടാ, ഒരു ആന ഉള്ളതൊക്കെ എടുത്തോ. നമസ്കാരം. വാ, വന്നേ, വാടി, വാ. നിക്ക് 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 നിക്ക്. തന്റെ സ്റ്റീൽ കട ഇനി സ്വർണ്ണക്കടയാവും, ഓർത്തോ. വാ, ഇവിടുന്ന് കാശ് കിട്ടി. വാ, ഇങ്ങോട്ട് വായോ. വന്നേ. സന്തോഷം, നന്നായി വരും. വാ. എന്താ ഇവിടെ ബിസ്ക്കറ്റ്? വാ, ഇവിടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. വായോ, വാ. അതിന്റെ പേര് ശ്രീവിദ്യ എന്നുള്ള. പിന്നെ സരസ്വതി ഗിരിസ്വതി പറഞ്ഞ എന്തിനാ കുട്ടി? പോയെടുത്തുണ്ടോ? ഈ ആനയുടെ അനുഗ്രഹത്തിന് പാണ്ഡ്യനാട്ടിലാണ് പറ്റിയ മാർക്കറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ആട്ടുപൊങ്കൽ മാട്ടുപൊങ്കൽ എന്നൊക്കെ? അതുപോലെ ഒരു ആനപ്പൊങ്കൽ ഉണ്ടായിക്കളയാം, നല്ല കാശ് കിട്ടും. അതിലും നല്ല സ്ഥലം തിരുപ്പതിയാ. ഈ ആന എന്ന് പറഞ്ഞാൽ ദൈവമാ. രാവിലെ തൊട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും. നല്ല സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ അല്ലാച്ചനെ ദക്ഷിണ ഇനത്തിൽ തന്നെ നല്ല വരുമാനം. ഞാനിപ്പോ ഇതിനെ എവിടെ കൊണ്ടുപോകണം നിങ്ങൾ പറയണേ? മിസ്റ്റർ, നിങ്ങൾ ആനയെ കൊണ്ട് തെണ്ടിക്കുകയാണല്ലേ? തെണ്ടിക്കേ? നിങ്ങൾ ആനയെ കടകൾ തോറും കൊണ്ടു നടന്ന് തെണ്ടിക്കുകയാണെന്നും ശരിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. വി ഗോട്ട് ഇൻഫർമേഷൻ. നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. പെറ്റ് ലവേഴ്സ്, അതായത് ജന്തു സ്നേഹികൾ. അത് രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ആനക്ക് ഭക്ഷണം കൊടുക്കാൻ വല്ല കാശും തന്ന് സഹായിക്കാൻ വന്നതാണോ? ആനയ്ക്ക് ഗ്രാൻഡ് കൊണ്ടുവരാൻ വന്നതായിരിക്കും, സർക്കാരിന്റെ. മിണ്ടരുത്. മിണ്ട പ്രാണികളായ ജന്തുക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ മൃഗസംരക്ഷണ മന്ത്രിക്ക് കമ്പി അടിക്കും. This is first warning for you. Yes, exactly. ഞങ്ങൾക്ക് ചെലവായ കാശിങ് തന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ കുന്തത്തിന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവേ തൽക്കാലമുള്ളൂ. ആനയെ വാങ്ങുമ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു? അന്ന് തൂക്കം നോക്കില്ല. മിനിഞ്ഞാന്ന് തൂക്കം നോക്കിയപ്പോ എത്രയടി? 75 കിലോ. 75 കിലോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അല്ല, ആനയുടെ തൂക്കമാ ചോദിച്ചത്. തൂക്കി നോക്കിയില്ല. ഉദ്ദേശം എത്ര കിലോ വരും? നിങ്ങൾ എന്താ ഇറച്ചി വെച്ചാരാ? വന്നപ്പോഴേ ഇങ്ങനെ തൂക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാണ്. ഒരു കാര്യം മാത്രം ഓർത്തോണം, ഈ ആനയുടെ ആരോഗ്യത്തിനോ ജീവനോ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യും. This is last and final warning for you. എന്താ? ഒന്നുമില്ല. പിന്നെ വിളിച്ചത്? മാഷ് എന്നാ പോവാ? എന്റെ ജോലി തീരുമ്പോ. എന്താ ചോദിച്ചത്? അച്ഛനെ വേഗം ഹിന്ദി പഠിപ്പിക്കണ്ട. അതെന്താ? അച്ഛൻ പഠിച്ചു കഴിഞ്ഞാ മാഷ് പോവൂലേ? പിന്നെ പോകാതെ? അപ്പോ അച്ഛനെ
പതുക്കെ പഠിപ്പിച്ചാ മതി. ഞാൻ പോകണ്ടെന്നാണോ? നിന്റെ പണി ഞാൻ കഴിക്കടാ തെണ്ടി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുട്ടികളെ. അയ്യടാ നിന്ന് കുണുങ്ങുന്നുണ്ടല്ലേ? ഇപ്പൊ ക്ലിയർ ആയി. എന്ത്? ഷീ ലവ്സ് മീ. വഹ് മുझसे प्यार करती है. ये मेरा प्रेम पत्र पढ़कर ये तुम नाराज ना होना. ये तुम അയ്യപ്പൻ നായർ, അയ്യപ്പൻ നായരില്ലേ? എന്താ? ഞാൻ തഹസീൽദാരുടെ ഓഫീസിൽ നിന്നാ. ഒരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ്? ഇതിനൊന്ന് നോക്കട്ടെ. ദാ ഇവിടെ. ആ അതെ. എന്താ അത്? മോളി ഒന്ന് വായിച്ചേ. എന്താ? എന്താന്ന് നോക്കട്ടെ മാധവി. ആനയെ ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ. 10 മാസത്തെ കുടിശ്ശിക 7 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ ആനയെ ജപ്തി ചെയ്യുമെന്ന്. ഇതെവിടെ പോയിരിക്കുക? മോളെ, അച്ഛനെന്തിയെ? ആ, ഞാൻ കണ്ടില്ല. അച്ഛൻ എവിടെ പോയി? നോക്കൂ. എവിടെ പോണാവോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുക? മാധവി, ഇവള് നമ്മളെ വിട്ടു പോവോ? നിനക്കറിയോ മാധവി, ആരാന്റെ ആനകളുടെ പാപ്പാനായി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അന്നും ആനകളെയൊക്കെ കൈമാറുമ്പോ ഉടമസ്ഥരെക്കാൾ വേദനിച്ച് ഞാനാ. എന്റെ കാർത്തികയില്ലേ, നമ്മുടെ മോള്, അവളെപ്പോലെ തന്നെയാ എനിക്കിവളും. അയ്യപ്പൻ ആശാൻ പേടിക്കാണ്ടിരിക്കുക. ഓഫീസിൽ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ആഫീസിൽ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് എടുത്ത് അയച്ചിട്ട് മനുഷ്യൻ ഇറങ്ങാറാക്കല്ലേ? ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. 3ാമത്തെ നോട്ടീസാ. സർക്കാർ കാര്യമല്ലേ? എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. ഇയാൾ എന്ത് കൊരങ്ങളി ഈ കളിക്കണേ? അല്ലാശാനെ, നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ? അതിനയാൾ കാശ് മേടിക്കോ? അയാള് നേരിട്ട് വാങ്ങിക്കില്ല. അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞിന്റെ കൊണ്ടുകൊടുത്ത കാര്യം നടക്കും. അത് ശരിയാ. അയ്യപ്പൻ ആശാൻ ഒരു 500 രൂപ ഒപ്പിച്ച് എന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 500 രൂപ ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എവിടെന്നെങ്കിലും ഉണ്ടാക്കിയാൽ പറ്റൂ, അല്ലെങ്കിൽ ആനയായിട്ട് അവര് പോവും. ആഹാ, ഇതേ വലിയ ശല്യായിട്ട് ഇവിടെ ജീവിതം വഴിമുട്ടി വെക്കുക. ഞാൻ ഇവിടെ സംസാരിച്ചപ്പോ ഇത് ഇളകി, അത് അറിയാതെ അറിയാണ്ട്